Hello my dear friends, welcome back to Negentropy BTech Tuition. This is Afsal. നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് ഫ്ലൂയിഡ് കാനമാറ്റിക്സിനകത്തുള്ള ഡിഫറെൻറ്റ് ഫ്ലൂയിഡ് ടൂൾസുകൾ, ഫ്ലൂയിഡ് ഫ്ലോ അനലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഡിഫറെൻറ്റ് ടൂൾസുകൾ പഠിച്ചു വരിക. ഇന്നത്തെ ക്ലാസ്സിലും ഈ പ്രോബ്ലത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു പുതിയൊരു ടൂളാണ്. സീ ദിസ് ക്വസ്റ്റ്യൻ. നോക്കൂ, നമുക്ക് ഒരു എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി തന്നിട്ടുണ്ട്, അതേപോലെ വൈ ഡയറക്ഷണൽ വെലോസിറ്റി, അതായത് യുവും വിയും തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുകയാണ്, ഒബ്റ്റെയിൻ ആൻ എക്സ്പ്രഷൻ ഫോർ ദ സ്ട്രീം ഫംഗ്ഷൻ സൈ. കണ്ടോ, ഈ സ്ട്രീം ഫംഗ്ഷൻ സൈ എന്ന് പറയുന്ന ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പുതിയ ടൂൾ. ഓക്കെ, ഇതിൽ ഈ സൈക്ക് ഒരു എക്സ്പ്രഷൻ കണ്ടെത്താനാണ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സൈക്ക് ഒരു എക്സ്പ്രഷൻ കണ്ടെത്തുകയും സൈയുമായി ബന്ധപ്പെട്ടൊരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എന്താണ് സൈ, ബേസിക് ഡെഫിനിഷൻ ഓഫ് സൈ എന്താണ്, അല്ലെങ്കിൽ സ്ട്രീം ഫംഗ്ഷൻ എന്താണ്, ഈ സ്ട്രീം ഫംഗ്ഷൻ എന്ന് പറഞ്ഞ സൈയുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ പഠിച്ചാൽ മാത്രമല്ല ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം സൈ എങ്ങനെ ഫ്ലൂയിഡ് മെക്കാനിക്സിന് അല്ലെങ്കിൽ ഫ്ലൂയിഡ് കൈനമാറ്റിക്സിനകത്ത് എങ്ങനെ സൈയുടെ ഒരു ബെർത്ത് എന്ന് നമുക്ക് നോക്കാം, സൈയുടെ ഒരു ജനനം നമുക്ക് നോക്കാൻ പോവുകയാണ്. സീ ദിസ് സ്ട്രീം ഫംഗ്ഷൻ അല്ലേ, എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? സ്ട്രീം ഫംഗ്ഷനാണ്. സ്ട്രീം ഫംഗ്ഷൻ നമ്മൾ കൊടുക്കുന്ന സിമ്പിൾ ആരാണ്? സൈ ആണ്. ഞാൻ പറഞ്ഞു, നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സിനകത്ത് ഒട്ടുമിക്ക ഫ്ലോകളും നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ ആണ്. അത് 2 ഡയമെൻഷനിലുമാണ്. ഈ സൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺലി ഫോർ 2 ഡയമെൻഷണൽ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ ആണ്. അത് ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. ഇവൻ ആർക്ക് വേണ്ടി മാത്രമാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ദിസ് ഇസ് ഓൺലി ഫോർ 2 ഡയമെൻഷണൽ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോയ്ക്ക് വേണ്ടി മാത്രമാണ്. 3 ഡയമെൻഷനിലോ കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോയ്ക്കൊന്നും ആരും ആപ്ലിക്കബിൾ അല്ല. നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന സൈ എന്ന് പറഞ്ഞ സ്ട്രീം ഫംഗ്ഷൻ ആപ്ലിക്കബിൾ അല്ല. നോക്കൂ, നമുക്ക് അപ്പോൾ ഒരു 2 ഡയമെൻഷണൽ ഇൻകംപ്രസിബിൾ ഫ്ലോ ആണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് എന്താണ്? കണ്ടിന്യൂറ്റി ഇക്വേഷൻ. അപ്പോൾ 2 ഡയമെൻഷണൽ ഇൻകംപ്രസിബിൾ ഫ്ലോയുടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എല്ലാവർക്കും ഓർമ്മ കാണും. ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ, ദിസ് ഷുഡ് ബി ഈക്വൽ ടു 0. ഈ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഓട്ടോമാറ്റിക്കലി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ആരെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്? സൈ എന്ന് പറയുന്ന സ്ട്രീം ഫംഗ്ഷനാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ജസ്റ്റ് അവർ കോമൺ സെൻസ്, യാതൊരുവിധ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ കൺസെപ്റ്റ്സുകളും ഇവിടെ വരുന്നില്ല, ഈ ഡെഫിനിഷൻസിൽ വരുന്നില്ല. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ എന്ന് പറയുന്ന കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഓട്ടോമാറ്റിക്കലി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ ആരെ ഡിഫൈൻ ചെയ്യണം? സൈ എന്ന് പറഞ്ഞ സ്ട്രീം ഫംഗ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. നോക്കൂ, ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. നോക്കൂ, ഈ യു ഡയറക്ഷൻ, യു എന്ന് പറയുന്ന വെലോസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ഡോ സൈ ബൈ ഡോ വൈ ആണ്. ഈ സൈനെ വിത്ത് റെസ്പെക്ട് വൈ വെച്ച് ഡിഫറൻഷ്യേറ്റിൽ കിട്ടുന്നത് ആരാണെന്ന് ഞാൻ പറയുന്നു? യു ആണെന്ന് പറയുന്നു. അതേപോലെ തന്നെ വി ഡയറക്ഷനിലെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആരാണ്? ദിസ് ഇസ് സിംപ്ലി ഡോ സൈ ബൈ ഡോ എക്സ് ബട്ട് വിത്ത് എ നെഗറ്റീവ് സൈൻ. ഇനി നിങ്ങൾ നോക്കൂ, ഈ കാണുന്ന ഡെഫിനിഷൻ, ഇപ്പം ഞാൻ സൈയെ ഡിഫറൻഷ്യേറ്റ്, ഡോ സൈ ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ആരാണ്? യു ആണെന്നും മൈനസ് ഓഫ് ഡോ സൈ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ വി ആണെന്ന് ഞാനിപ്പോൾ എന്ത് ചെയ്തു? ഡിഫൈൻ ചെയ്തു. ഈ ഡെഫിനിഷൻ എവിടെ കൊടുക്കണം? നമുക്ക് നമ്മുടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻസ് കൊടുത്തു നോക്കുക. അങ്ങനെയാണെങ്കിൽ കൊടുത്തു ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? ഈ കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഈ കാണിക്കുന്ന ഡെഫിനിഷൻസ് നമ്മളെ കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് 0 കിട്ടണം. നോക്കൂ, കിട്ടും നോക്കാം നമുക്ക്. ഫസ്റ്റ് നോക്കൂ നിങ്ങൾ, ഡോ ബൈ ഡോ എക്സ് ഓഫ് യു. വാട്ട് ഈസ് യു? ദാറ്റ് ഈസ് സിംപ്ലി ഡോ സൈ ബൈ ഡോ വൈ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് വി. വാട്ട് ഈസ് വി? ദാറ്റ് ഈസ് മൈനസ് ഓഫ് ഡോ സൈ ബൈ ഡോ എക്സ്. നമുക്ക് കൊടുത്തു നോക്കാം, ആൻസർ 0 ഇട്ട് നോക്കാം. നോക്കൂ നിങ്ങൾ, നോക്കൂ, ഡോ സൈ ബൈ ഡോ എക്സ് ഒന്ന് ഡിഫറൻഷ്യേറ്റ് എന്ത് കിട്ടും? സിംപ്ലി ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് ഡോ വൈ. ഈ കാണുന്ന മൈനസ് ഇങ്ങ് പുറത്തു വന്നാൽ എന്ത് കിട്ടും? സിംപ്ലി ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ ഡോ എക്സ്. കണ്ടോ, നമുക്ക് എല്ലാവർക്കും മാത്തമാറ്റിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ വൈയും ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ വൈ ഡോ എക്സും സെയിം. അതായത് ഈ കാണുന്ന ഡോ എക്സിൻ്റെ ഡോ വൈ ആണെങ്കിലും ഡോ വൈന് ഡോ എക്സ് ആണെങ്കിലും സംഭവം ഒന്നാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ വാല്യൂ എക്സ് ആണെങ്കിൽ ഇവൻ്റെ വാല്യൂ എക്സ് ആണ്. സോ ദിസ് ഷുഡ് ബി 0. കണ്ടോ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആരെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കുകയാണ്? കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്ട്രീം ഫംഗ്ഷനെ പറ്റി ബേസിക്കലി മനസ്സിലാക്കിയിരിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഓൺലി ഫോർ എ 2 ഡയമെൻഷണൽ ഫ്ലോ. രണ്ട്, ഇറ്റ് ഈസ് അഗെയിൻ ഡിഫൈൻഡ് ഓൺലി ഫോർ ഇൻകംപ്രസിബിൾ ഫ്ലോ. പിന്നെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഓട്ടോമാറ്റിക്കലി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ കാണുന്ന സ്ട്രീം ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാനുള്ളത്. ചില ടെക്സ്റ്റ് ബുക്കുകൾ സാർ ഇങ്ങനെയല്ലോ, മൈനസ് ഇപ്പുറത്താണെന്ന് പറയും. മൈനസ് എന്ന് ഇറ്റ് ഈസ് ജസ്റ്റ് എ സൈൻ കൺവെൻഷൻ. നമുക്ക് ഇഷ്ടമുള്ള സൈൻ യൂസ് ചെയ്യാം. ഈ കാണുന്ന യുവിന് വേണമെങ്കിൽ മൈനസ് കൊടുക്കാം, യുവിന് വേണമെങ്കിൽ പ്ലസ് കൊടുക്കാം. നമ്മൾ എങ്ങനെ കൊടുത്താലും ആൻസർ എന്ത് കിട്ടും?
സെയിം 0 കിട്ടിയിരിക്കും. അപ്പോൾ ചില ടെക്സ്റ്റ് ബുക്കുകൾക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, ഈ മൈനസ് സൈൻ ഇവിടെയും വരാം, ഈ സാധനം പ്ലസ്സും ആകാം, അതൊന്നും പ്രശ്നമേ ഉള്ളതല്ല, മാറി മാറി വരാം. ഇനി ഈ ഡെഫിനിഷൻ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഈ തൊട്ട് മുന്നേ തന്നിരിക്കുന്ന ഗിവൻ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റും നോക്കാം. നമുക്ക് നോക്കൂ, യു ഡയറക്ഷനിലുള്ള വെലോസിറ്റി ഉണ്ട്. വാട്ട് ഈസ് യു? ഇറ്റ് ഈസ് യു. ഞാൻ ഇപ്പോൾ എഴുതാൻ പോവുകയാണ്. യു ഡയറക്ഷനിലുള്ള വെലോസിറ്റി തന്നിട്ടുണ്ട്. എന്താ യു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യു എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഡെഫിനിഷൻ എന്താണ്? വാട്ട് ഈസ് യു? ദറ്റ് ഈസ് യു ഈസ് സിംപ്ലി ഡോ സൈ ബൈ ഡോ വൈ. യു എന്ന് പറഞ്ഞാൽ ആരാണ്? ഡോ സൈ ബൈ ഡോ വൈ ആണ്. അവൻ്റെ വാല്യൂ എത്രയാണ്? വൈ ക്യൂബ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വൈ ക്യൂബ് ബൈ 3 പ്ലസ് 2x മൈനസ് എക്സ് സ്ക്വയർ വൈ. ഇതേപോലെ തന്നെ നമുക്ക് ആര് തന്നിട്ടുണ്ട്? വി തന്നിട്ടുണ്ട്. വാട്ട് ഈസ് വി? വി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡോ സൈ ബൈ ഡോ എക്സ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. വി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡോ സൈ ബൈ ഡോ എക്സ്. അപ്പോൾ വിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ദറ്റ് ഈസ് വി. ഈ വിക്ക് ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ ആരായി മാറുന്നു? അല്ലെങ്കിൽ ഞാനത് അവിടെ അതങ്ങ് എഴുതാം. ദറ്റ് ഈസ് എക്സ് വൈ സ്ക്വയർ മൈനസ് 2y മൈനസ് എക്സ് ക്യൂബ് 3. ഓർ സിംപ്ലി വി ക്യാൻ റൈറ്റ് ഡോ സൈ ബൈ ഡോ എക്സ് ഇസ് ഇക്വൽ ടു മൈനസ് അപ്പുറത്ത് പോവുക. അപ്പോൾ ഈ കാണുന്നവൻ മൈനസ് എക്സ് വൈ സ്ക്വയർ പ്ലസ് 2y പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 എന്ന് കിട്ടി. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്താൽ ഗിവൺ ഡെഫിനിഷൻസ് ഞാൻ അതേപോലെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? അപ്ലൈ ചെയ്തിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഗിവൺ ഡെഫിനിഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? അതേപോലെ ക്വസ്റ്റ്യൻസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മളെ കഥ തുടങ്ങാൻ പോകുന്നത്. നമുക്ക് എന്ത് വേണം? ഈ സ്ട്രീം ഫംഗ്ഷൻ സൈ ഈക്വൽ ടു ഒരു എക്സ്പ്രഷൻ വേണം. ആ എക്സ്പ്രഷൻ കണ്ടെത്താൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഞാൻ വേരിയബിൾ സെപ്പറബിൾ ഫോമിലോട്ട് പോവുകയാണ്. അതായത് ലെഫ്റ്റ് സൈഡിൽ സൈ മാത്രം, റൈറ്റ് സൈഡിൽ ഡി എക്സിലോട്ട് കൊണ്ടുവരികയാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഡി സൈ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് വൈ സ്ക്വയർ പ്ലസ് 2y പ്ലസ് എക്സ് ക്യൂബ് ബൈ 3. ഇതാണ് ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? അഗെയിൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ് വിത്ത് റെസ്പെക്ട് ടു വേരിയബിൾ എക്സ്. കാരണം ഇവിടുത്തെ വേരിയബിൾ ആരാണ്? ഡി എക്സ് ആണ്. അപ്പോൾ എക്സ് ആണ് ഇവിടുത്തെ വേരിയബിൾ. എക്സ് വേരിയബിൾ ആക്കി വെച്ചുകൊണ്ട് ഞാൻ ഈ ഇക്വേഷൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇൻ്റഗ്രൽ ഓഫ് ഡി സി നമുക്ക് എല്ലാവർക്കും അറിയാം എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് സൈൻ. നോക്കൂ, ഇവിടുത്തെ വേരിയബിൾ ശ്രദ്ധിക്കുന്നത് വേരിയബിൾ ആരാണ്? എക്സ് ആണ്. അപ്പോൾ എക്സിനെ മാത്രം നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ബാക്കിയുള്ളതൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. സോ മൈനസ് വൈ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. എക്സ് ഇൻ്റഗ്രേറ്റ് എന്ത് കിട്ടും? സിംപ്ലി എക്സ് സ്ക്വയർ ബൈ 2 കിട്ടും. പ്ലസ് 2yx പ്ലസ് ഒരു 1/3 ഉണ്ട്, ഞാൻ അത് കോൺസ്റ്റന്റ്. അതേപോലെ ഇത് എക്സ് ക്യൂബ് ആകുമ്പോൾ എന്ത് കിട്ടും? എക്സ് റൈസ് ടു 4/4 പ്ലസ് എ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സി. എ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സി. ശ്രദ്ധിക്കണേ, ഈ ഇക്വേഷൻ നമ്മൾ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത്? ബൈ കീപ്പിംഗ് എക്സ് ആസ് വേരിയബിൾ. എക്സ് വേരിയബിൾ ആക്കി വെച്ച് ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ആ ഇക്വേഷനിൽ കിട്ടുന്ന കോൺസ്റ്റന്റ് ഒരിക്കലും ആരാകത്തില്ല? എക്സിൻ്റെ ഫംഗ്ഷൻ ആകാൻ പറ്റില്ല. കാരണം എക്സിനെ വേരിയബിൾ ആക്കി വെച്ചുകൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്ന കോൺസ്റ്റന്റിൽ ഒരിക്കലും ആര് വരത്തില്ല? എക്സ് വരത്തില്ല. കാരണം ഇതൊരു കോൺസ്റ്റന്റ് ആണ്, എക്സ് വേരിയബിൾ ആണ്. സോ ദിസ് കോൺസ്റ്റന്റ് സി ഷുഡ് ബി always a function of y. So this constant c is a function of y. Is a function of y. Why it is a function of y? കാരണം 2-dimensional flow field ആണ് പഠിക്കുന്നത്. യും v മാത്രമേ ഉള്ളൂ. This u directional velocity represents ആരാണ്? x direction velocity represents u ആണ്. y directional velocity represents v ആണ്. ഓൾറെഡി എക്സ് വേരിയബിൾ ആയിപ്പോയി. അപ്പോൾ പിന്നെ വരാൻ പോകുന്നത് ആര് മാത്രമേ ഉള്ളൂ? y മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ c is a function of ആരായി മാറി? y ആയി മാറി. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാമെന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഗിവൺ ഇക്വേഷൻ ഞാൻ വിത്ത് റെസ്പെക്ട് ടു y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. കാരണം ഇപ്പോൾ സൈക്ക് ഒരു ഇക്വേഷൻ ആയിട്ടില്ല. കാരണം ഈ കോൺസ്റ്റന്റ് വാല്യൂ കണ്ടെത്തിയാൽ മാത്രമേ എന്താവത്തുള്ളൂ? സൈയുടെ ഇക്വേഷൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ ജോലി എന്താണ്? ഈ കാണുന്ന കോൺസ്റ്റന്റ് സിയെ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കൂ, ഇവിടുത്തെ വേരിയബിൾ ഈ കോൺസ്റ്റന്റ് അകത്തുള്ള വേരിയബിൾ ആരായിരിക്കാം? y ആയിരിക്കാം. അല്ലെങ്കിൽ വേരിയബിൾ അല്ല, ഈ കോൺസ്റ്റന്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ആരായിരിക്കാം? y ആയിരിക്കാം. അതുകൊണ്ട് ഞാൻ ഈ ഇക്വേഷൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? വിത്ത് റെസ്പെക്ട് ടു y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ഡിഫറൻഷിയേറ്റിംഗ് എബവ് ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു വാട്ട്? y. So this is dou psi by dou y is equal to with respect to y അല്ലേ? സോ മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 എന്താണ്? കോൺസ്റ്റന്റ് ആണ്. സോ വൈനെ ഡിഫറൻഷിയേറ്റബിൾ എന്ത് കിട്ടും? ഇറ്റ് വിൽ ബി 2y പ്ലസ് 2x കോൺസ്റ്റന്റ് ആണ്. ഡോ വൈ ബൈ ഡോ വൈ എന്തായി പോകും? 1 ആയി പോകുന്നു. സോ 1/3 × 2 4 1/12 ആണ്. ഇവിടെ ഡിഫറൻഷിയേറ്റിൽ കാരണം ഈ കാണുന്ന ടേമിൽ ആരില്ല? y ഇല്ല. അതുകൊണ്ട് തന്നെ ആ ടേം എന്തായി പോകുന്നു? ആ ടേം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 ആയി പോകുന്നു. നോക്ക്, ഫൈനൽ ടേം സി അല്ലേ? അത് ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് y ആണ്. സോ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം ഡോ സൈ ബൈ ഡോ വൈ. കാരണം ദാറ്റ് കോൺസ്റ്റന്റ് സി ഇസ് എ ഫംഗ്ഷൻ ഓഫ് ആരാണ്? y. അതുകൊണ്ട് ഞാൻ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് റെസ്പെക്ട് ടു y വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, ഡോ സൈ ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. വേർ ഇസ് ഡോ സൈ ബൈ ഡോ വൈ? നോക്കൂ, ഡോ സൈ ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ആരാണ്? y³ / 3
പ്ലസ് 2x മൈനസ് എക്സ് സ്ക്വയർ വൈ അല്ലേ. അപ്പോൾ ഇവരെ പേര് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ. നോക്കൂ നിങ്ങൾ, ഈ കാണുന്ന ഡോ സൈ ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു എന്താണ്, വൈ ക്യൂബ് ബൈ 3 പ്ലസ് 2x മൈനസ് എക്സ് സ്ക്വയർ വൈ. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടുത്തെ തൊട്ട് മുകളിലത്തെ ഇക്വേഷൻ ഈ കാണുന്ന 2 × 2 ഒക്കെ ഞാൻ എന്ത് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് കളയാൻ പോകും. ഇനി ഈ രണ്ട് ഇക്വേഷനും സെയിം ആണ്. നോക്കൂ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കൂ, ഡോ സൈ ബൈ ഡോ വൈ, ഡോ സൈ ബൈ വൈ. അപ്പോൾ ഇവർ രണ്ടുപേരും ഈക്വൽ ആയ മതിയാകത്തു. ലെഫ്റ്റ് ഈക്വൽ ആയ റൈറ്റും ഈക്വൽ ആയ മതിയത്തുള്ളൂ. നോക്കൂ നിങ്ങൾ, ഇവിടെ ആരുണ്ട് നോക്കൂ, വൈ ക്യൂബ് ബൈ 3 അല്ലെങ്കിൽ നോക്കൂ പ്ലസ് 2x വരെ മാറി കിടപ്പുണ്ട്, പ്ലസ് 2x കിടപ്പുണ്ട്. വൈ ക്യൂബ് ബൈ 3 വരെ മാറി കിടപ്പുണ്ട്, എക്സ് സ്ക്വയർ വൈ കിടപ്പുണ്ട്. നോക്കൂ നിങ്ങൾ, ഈ 2x പകരം 2x കിടപ്പുണ്ട്. മൈനസ് എക്സ് സ്ക്വയർ വൈക്ക് പകരം ആര് കിടപ്പുണ്ട്, നോക്കൂ മൈനസ് എക്സ് സ്ക്വയർ വൈ കിടപ്പുണ്ട്. ഈ കാണുന്ന ഡോ സി ബൈ ഡോ വൈയുടെ സ്ഥാനത്ത് കിടക്കുന്നത് ആരാണ്, വൈ ക്യൂബ് ബൈ 3 ആണ്. അപ്പോൾ ബൈ കമ്പയറിംഗ് ദീസ് ടു ഇക്വേഷൻസ് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ഡോ സൈ ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ആരാണ്, വൈ ക്യൂബ് ബൈ 3. ശ്രദ്ധിക്കണേ, 2x പകരം 2x, മൈനസ് എക്സ് സ്ക്വയർ വൈക്ക് പകരം അതേപോലെ മൈനസ് എക്സ് സ്ക്വയർ വൈ. ഡോ സി ബൈ ഡോ വൈയുടെ സ്ഥാനത്ത് മാത്രം മാറി കിടക്കുകയാണ് വൈ ക്യൂബ് ബൈ 3. ഈ കറക്റ്റ് ഓർഡറിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കുകയാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ വാല്യൂസ് എല്ലാം ഈക്വൽ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. സോ ഫ്രം ദീസ് ടു ഇക്വേഷൻസ് വി ഗോട്ട് ഡോ സി by dou y is equal to what, y cube by 3. Simply y cube divided by 3. ഇനി നമുക്ക് ഇവൻ എന്ത് ചെയ്യാം, വേരിയബിൾ സെപ്പറേറ്റ് ഫോർമുല ആക്കാം. ദിസ് ഈസ് ഈക്വൽ ടു dc, ദിസ് ഈസ് y cube by 3 dy. ഇവനെ നമുക്ക് എന്ത് ചെയ്യണം, വി ഹാവ് ടു ഇൻ്റഗ്രേറ്റ് ദ എബോവ് ഇക്വേഷൻ. ഇൻ്റഗ്രേറ്റ് ചെയ്യാം. നോക്കൂ, ഡി സി എൻ്റെ നമുക്ക് എന്ത് കിട്ടും, വിൽ ഗെറ്റ് സി കിട്ടും. ഇവിടെ നോക്കൂ, വൈനെ ഡിഫറൻഷിയേറ്റ് കിട്ടുന്നതും y raised to 4 divided by 3 into 4, that is y raised to 4 divided by 12 കിട്ടും. So finally we got the equation of constant വാല്യൂ നമുക്ക് കിട്ടി. ഈ കോൺസ്റ്റന്റ് നേരെ എടുത്തോടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് അല്ലെങ്കിൽ എക്സ്പ്രഷൻ ഓഫ് സൈ കിട്ടും. നമുക്ക് ആ സൈഡ് എക്സ്പ്രഷൻ നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. ദിസ് ഇസ് അവർ സൈ. നോക്കൂ, സൈ ഈസ് ഈക്വൽ ടു സിംപ്ലി മൈനസ് ഓഫ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ബൈ 2 പ്ലസ് 2xy പ്ലസ് എക്സ് റൈസ് ടു 4 ബൈ 3 into 4 എന്താണ്, 12 പ്ലസ് സി. സിയുടെ വാല്യൂ എന്താണ്, y raised to 4 by 12. So this is y raised to 4 by 12. So finally we got the expression of our stream function psi. So ഇങ്ങനെയാണ് ഒരു ഗിവൻ വെലോസിറ്റി കമ്പോണൻസ് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ സ്ട്രീം ഫംഗ്ഷൻ്റെ എക്സ്പ്രഷൻ കണ്ടെത്താം എന്നുള്ള പ്രോബ്ലം ഞാൻ ഒന്നുകൂടെ ഓടിച്ച് പറഞ്ഞുതരാം. നോക്കൂ നിങ്ങൾ, ക്വസ്റ്റിനകത്ത് യു ഡയറക്ഷൻ്റെയും അല്ലെങ്കിൽ എക്സ് ഡയറക്ഷൻ്റെയും വൈ ഡയറക്ഷൻ്റെയും വെലോസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ബൈ ദ ഡെഫിനിഷൻ ഓഫ് സ്ട്രീം ഫംഗ്ഷൻ ഡോ സൈ ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ യു ആണ്. അപ്പോൾ യുവിന് നേരെ ഇക്വേറ്റ് ചെയ്യുക. വി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡോ സൈ ബൈ ഡോ എക്സ് ആണ്. അപ്പോൾ നേരെ ആ ഇക്വേഷൻ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയുമ്പോൾ ഏതെങ്കിലും ഇക്വേഷൻ 1 or 2 ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക. അവനെ വിത്ത് റെസ്പെക്ട് നമ്മൾ എന്ത് ചെയ്തു, ഡോ സൈ ബൈ ഡോ എക്സ് ആണെങ്കിൽ അവനെ വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇനി ഡോ സൈ ബൈ ഡോ എടുക്കുകയാണെങ്കിൽ അവനെ നിങ്ങൾ വിത്ത് റെസ്പെക്ട് വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ആദ്യം എന്തെടുത്തു, എക്സ് എടുത്തു. എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഉള്ള ഇക്വേഷൻ ഞാൻ എടുത്തു. അവനെ വിത്ത് റെസ്പെക്ട് എക്സ് വെച്ച് ഞാൻ എന്ത് ചെയ്തു, ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടും, യു വിൽ ഗെറ്റ് എ കോൺസ്റ്റൻറ്റ്. ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിവിടുത്തെ വേരിയബിൾ എക്സ് ആയതുകൊണ്ട് ഈ കോൺസ്റ്റൻറ്റിനകത്ത് ഒരിക്കലും മാറി വരത്തില്ല, എക്സ് വരത്തില്ല. സോ ദിസ് കോൺസ്റ്റൻറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് വൈ. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നു. ആ വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡോ സൈ ബൈ ഡോ വൈ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. ഈ ഇക്വേഷൻ നേരത്തെ ആയിക്കൊണ്ടേതി. ഇനി ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഡോ സൈ ബൈയുടെ വാല്യൂ ഏതാണ് ഈ ഇക്വേഷനിൽ കൃത്യമായി കിട്ടും. അതെടുത്ത് ഇങ്ങോട്ട് മാറ്റി എഴുതി ഞാൻ അവൻ എന്ത് ചെയ്തു, ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആ സിയുടെ കോൺസ്റ്റൻറ്റ് വാല്യൂ കിട്ടി. അതിനടുത്ത് നമ്മളെ ജനറൽ സൈഡ് ഇക്വേഷനിൽ കൊടുത്തു. ഇനി നോക്കൂ നിങ്ങൾ, ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ഈ കാണുന്ന ഫൈനൽ എക്സ്പ്രഷൻ സിയുടെ വാല്യൂ കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയിരിക്കും. ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്പിൾ അത് കിട്ടുന്ന ആൻസർ ആയിരിക്കും ചില ടെക്സ്റ്റ് ബുക്ക് കിടക്കുന്നത്. അതിന് കാരണം അവരെടുക്കുന്ന ഡെഫിനിഷനിൽ ഈ യുവിൻ്റെ വാല്യൂ മൈനസും കൊടുക്കും, വിൻ്റെ വാല്യൂ പ്ലസും കൊടുക്കും. നമ്മളെടുത്ത സൈൻ കൺവെൻഷൻ നേരെ ഓപ്പോസിറ്റ് വന്നാൽ ഫൈനൽ എക്സ്പ്രഷൻസിനകത്ത് ഒരു മൈനസ് വരും. അത്രയേ ഉള്ളൂ. അതായത് നമ്മളെടുത്തതിന് നേരെ ഓപ്പോസിറ്റ് സൈൻ കൺവെൻഷൻ അവരെടുത്തിരിക്കുന്നത്. അതല്ലാതെ ഒരിക്കലും ആൻസർ എന്തല്ല, തെറ്റല്ല. അങ്ങനെ തെറ്റാണെങ്കിൽ ധരിക്കുകയും വേണ്ട. അപ്പോൾ ക്ലിയർ ആയല്ലേ ഈ പ്രോബ്ലം?